കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കടകൾ ഒഴിപ്പിക്കുന്നതിനെതിരെ തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ വ്യാപാരികളുടെ പ്രതിഷേധം. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് കോർപ്പറേഷന്റെ നടപടി. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ. പ്രവിധ, തിരുവനന്തപുരം പാളയം മാർക്കറ്റിലാണ് വ്യാപാരികളുടെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഈ പാളയം മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോർപ്പറേഷൻ അധികൃതർ എത്തിയതോടുകൂടിയാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണമായത്. നേരത്തെ ഈ പാളയം മാർക്കറ്റിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഈ നിലവിലുള്ള കടകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനമായിരുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ഈ വ്യാപാരികളെ മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് കോർപ്പറേഷൻ എടുത്തിരുന്നത്. പക്ഷേ ഇവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്ന സ്ഥലത്ത് മതിയായ സൗകര്യമില്ല എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അവർ കൂട്ടാക്കുന്നില്ല. അതാണൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ വ്യാപാരികളെ ബലം പ്രയോഗിച്ച് വ്യാപാരികളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു എന്നതാണ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ നിലവിൽ കോടതി ഉത്തരവ് ഉൾപ്പെടെ ഉണ്ട്. അതുൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? നിങ്ങൾ മാറിപ്പോകണമെന്നാണ്? മാറിപ്പോകണമെന്നല്ല, രാവിലെ കട തുറക്കാൻ വന്നപ്പോഴത്തേക്ക് പൂട്ടടിച്ച് പൊളിച്ചിട്ട് സാധനങ്ങളൊക്കെ ചാക്കിൽ വാരിയെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കണതിന് സപ്പോർട്ടാണ് പോലീസ്. അതും പോലീസ് ഇവിടെ വയസ്സായി ഹോസ്പിറ്റലിലോട്ട് എടുക്കാൻ വേണ്ടിയുള്ള പ്രായമുള്ള ആൾക്കാരാ തോന്നിക്കണണ്ട, താടി നിറച്ചിരിക്കണണ്ട. ഇതുപോലത്തെ ആൾക്കാരാ അടിക്കാൻ വേണ്ടി ചെറുപ്പക്കാരായ പോലീസ് ഇറങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അടിക്കാൻ പിടിക്കാൻ വേണ്ട, ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യണം, മാർക്കറ്റിൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്യണം, ചെയ്യാം. അതൊന്നും വിഷയമല്ല. പക്ഷേ ഈ കാണിക്കുന്ന മഹാപോക്രത്തിനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു സ്ഥാപനം നടത്തി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ മാർക്കറ്റിനകത്ത് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തതാണ്. ഇവരെന്താണ് പറയുന്നത്? കോർപ്പറേഷൻ എന്ത് പറയുന്നത്? ആ ഹൈക്കോടതി വിധിയെ അവർ മാനിക്കത്തില്ല. ഞങ്ങൾ മാറിക്കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ മാറും? ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ടെമ്പററി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം അവിടെ ഒരു 6000 ടൺ വേസ്റ്റ് എടുപ്പുണ്ട്. ആ വേസ്റ്റ് എടുത്ത് മാറ്റുക, അത്യാവശ്യം വായു സഞ്ചാരം ഉണ്ടാക്കുക, ജനങ്ങൾ കയറി വരാൻ വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അവിടെ ലൊക്കാലിറ്റി ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ, അപ്പോൾ അവർക്കും കൂടെ ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ അതിനൊക്കെ ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്തിട്ട് സിംഗിൾ ബെഞ്ചിന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പാണ് ഈ തീരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് എങ്ങനെയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോലീസിനെ ഏൽപ്പിച്ചു, സെക്രട്ടറി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, DGP കൊടുത്തു, എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ ഇതെല്ലാം ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്താണ് അവിടെ നടക്കുന്നത്? ഇതൊന്ന് പ്രസിഡന്റ് ഭരണമാണോ? ജനാധിപത്യ ഭരണമല്ലേ? അപ്പോൾ ജനങ്ങൾക്കല്ലേ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ജനങ്ങളെ മുമ്പിൽ നിർത്തുന്നതിന് പകരം ഈ ഓഫീസേഴ്സ് ഇങ്ങനെ ഈ ഫൈറ്റിംഗ് ചെയ്യണതിനാണ് ഞങ്ങളെ തീരുമാനം നടക്കേണ്ടത്. പ്രവിധ, ഇപ്പോൾ ഈ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതുതന്നെയാണ്. കാരണം ഈ നിർബന്ധിച്ച് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നു എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. ഇവർക്ക് നേരത്തെ ഒരുക്കിയ താൽക്കാലിക ഇടമുണ്ട്, പക്ഷേ അവിടെ മതിയായ സൗകര്യം ഒന്നും തന്നെ ഇല്ല. വേസ്റ്റ് ഉൾപ്പെടെ അവിടെ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാറിപ്പോകാൻ കഴിയില്ല എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇപ്പോൾ വ്യക്തമാണ്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കടകൾ ഒഴിപ്പിക്കുന്നതിനെതിരെയാണ് തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ വ്യാപാരികൾ പ്രതിഷേധിക്കുന്നത്.